ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ കമ്പൽസറി പേപ്പറായ സോഷ്യോളജീൻ്റെ എന്ന് പറയില്ല കേട്ടോ, അത് എല്ലാവർക്കും ഉള്ള പേപ്പറാണ്. കമ്പൽസറി പേപ്പറായ EVSൻ്റെ അഥവാ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് ആളുകൾ അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. മറ്റേ വേൾഡ് ഹിസ്റ്ററി സോഷ്യോളജി ഒക്കെ ചെയ്തതുപോലെ EVSൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ മലയാളം പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോയിലൊക്കെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് പെയ്ഡായിട്ട് നോട്ട്സ് മലയാളം നോട്ട്സ് തരാം. അതേപോലെ സെക്കൻഡ് സെം എഴുതുന്ന ആളുകൾക്ക് അതിൻ്റെ നോട്ട്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് നമുക്ക് സെഗ്മെൻറ്റ്സ് ചോദിക്കും. അന്തരീക്ഷത്തിൻ്റെ സെഗ്മെൻറ്റ്സ് ചോദിക്കും, അതായത് വിഭാഗങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ട്രോപ്പോസ്ഫിയറാണ്. ഏതാണ്? ട്രോപ്പോസ്ഫിയറാണ്. ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ട് മുകളിൽ കിടക്കുന്ന പാളിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. അത് അന്തരീക്ഷത്തിൻ്റെ പിണ്ഡത്തിൽ 70% ഏതിലടങ്ങിയിട്ടുണ്ട്? ഈ ട്രോപ്പോസ്ഫിയറിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ 8 മുതൽ 18 കിലോമീറ്റർ വരെയാണ് അത് വ്യാപിച്ച് കിടക്കുന്നത്. ഈ ഗോളത്തിലെ വായുവിൽ 1% ജലബാഷ്പവും പിന്നെ ബാക്കിയൊക്കെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡുമാണ് കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്തായാലും ഒരു പൊടി പിടിച്ച പാളിയാണ്. പൊടി പിടിച്ച ഒരു പാളിയാണ്. ഈ പാളി അവസാനിക്കുന്നത് ട്രോപ്പോപോസിലാണ്. ആ ട്രോപ്പോപോസാണ് അടുത്ത പാളിയായ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് ഏതിനെ വേർതിരിക്കുന്നത്? ട്രോപ്പോസ്ഫിയറിനെ വേർതിരിക്കുന്നത്. ഇനി അടുത്തതപ്പോൾ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറാണ്. അന്തരീക്ഷത്തിൻ്റെ രണ്ടാമത്തെ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇത് 80 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഉൽക്കകളെ നമുക്ക് കാണാൻ കഴിയും. സ്ട്രാറ്റോസ്ഫിയറിൽ ഉൽക്കകളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എന്താണ്? മേഘങ്ങളിൽ നിന്ന് മോചിതമായൊരു മേഖലയായതുകൊണ്ട് ജെറ്റ് വിമാനങ്ങൾക്ക് ഇത് അനുയോജ്യമാണ്. അത് പോകുന്നത് ഇപ്പോൾ ഈ മേഖലയെ ജെറ്റ് വിമാനങ്ങളുടെ മേഖല എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയർ അവസാനിക്കുന്നത് സ്ട്രാറ്റോപോസിലാണ്. ഇവിടെയാണ് സ്ട്രാറ്റോപോസിലാണ്. അവിടെയാണ് അടുത്ത മേഖല ഇനി നമുക്ക് തുടങ്ങാനിരിക്കുന്നത് കേട്ടോ. ഭൂമിയിലെ ജീവജാലങ്ങളെ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കാതെ തടയുന്ന ഓസോൺ പാളിയുള്ളത് ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് കേട്ടോ. ഇതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുള്ളത്. അതുകൂടി വൺ വേർഡ് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് ഓർമ്മിച്ച് വെക്കുക. ഇനി മെസോസ്ഫിയറാണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇത് മെസോസ്ഫിയർ എന്ന് പറയുന്നത്. ഉയരം കൂടുതലായതുകൊണ്ട് ഇവിടെ താപനില കുറവാണ്. ഈ മേഖലയിൽ മർദ്ദവും കുറവാണ്. താപനിലയും മർദ്ദവും കുറഞ്ഞ മേഖലയാണ് ഇത് മെസോസ്ഫിയർ എന്ന് പറയുന്ന അടുത്ത മേഖല. ഇനി അടുത്തത് തെർമോസ്ഫിയറാണ്. മെസോസ്ഫിയറിന് മുകളിൽ 700 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇത് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ അന്തരീക്ഷ സാന്ദ്രത വളരെ കുറവായതുകൊണ്ട് താപനില അതിവേഗം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഓക്സിജൻ തന്മാത്രയുടെ വിഘടനം, ഓക്സിജൻ തന്മാത്രയുടെയും നൈട്രജൻ തന്മാത്രയുടെ അയോണീകരണം എന്നിവയൊക്കെ അതൊക്കെ ആ മേഖലയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് ആ മേഖലകളുടെ സവിശേഷതകളാണ്. ഫോട്ടോ അയണൈസേഷൻ പ്രതികരണങ്ങൾ കാരണം ഈ പ്രദേശം വൈദ്യുത ചാർജുള്ള കണങ്ങളാലും ഇലക്ട്രോണുകളാലും സമ്പന്നമാണ്. ഏത് മേഖല? നമ്മളിപ്പോൾ പറയുന്ന തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. അതിനാൽ ഈ മേഖല അയോണോസ്ഫിയർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്ത് പേരിലാണ്? അയണോസ്ഫിയർ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ഇനി അടുത്തത് എക്സോസ്ഫിയറാണ്. തെർമോസ്ഫിയറിന് മുകളിൽ 10,000 കിലോമീറ്ററിൽ കാണപ്പെടുന്നതാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും ആറ്റങ്ങൾ മാത്രമുള്ള ഒരു മേഖലയാണ്. സൗരവികിരണം കാരണം ഇതിന് വളരെ ഉയർന്ന താപനിലയും ഉണ്ട്. ഇതിന് എക്സോസ്ഫിയറിന്. ഇനി ഹൈഡ്രോസ്ഫിയറാണ് അടുത്തത്. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അത്യാവശ്യമായതാണ് വെള്ളം. നമുക്കറിയാം ഭൂമിയുടെ 71% വെള്ളം അടങ്ങിയിരിക്കുന്നുണ്ട്. വെള്ളത്താൽ അല്ലെങ്കിൽ അത് ചുറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് ഇവിടെ ഹൈഡ്രോസ്ഫിയർ. പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അല്ലേ. ഹൈഡ്രോസ്ഫിയർ എന്നത് ജലത്തിൻ്റെ എല്ലാ രൂപങ്ങൾക്കും കൂടി നൽകിയിട്ടുള്ളൊരു കൂട്ടായ പദമാണ്. ഒരു ഗ്രഹത്തിലുള്ള ആകെ ജലത്തിൻ്റെ അളവാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഹൈഡ്രോസ്ഫിയറിൻ്റെ ശീതീകരിച്ച ഭാഗത്തിന് ക്രയോസ്ഫിയർ എന്നും ആണ് പേര് കൊടുത്തിട്ടുള്ളത്. ജലം ഒരു ചക്രത്തിൻ്റെ, അതായത് ഒരു സൈക്കിൾ രൂപത്തിൽ ഹൈഡ്രോസ്ഫിയറിലൂടെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇത് മേഘങ്ങൾ ശേഖരിക്കുകയും മഴയായും മഞ്ഞായും ഒക്കെ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും. അപ്പം ഭൂമിയിൽ മഴയും മഞ്ഞൊക്കെ പതിക്കുന്നതിന് കാരണമായിട്ടുള്ളൊരു സ്ഫിയറാണ് ഇത് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുക. ഇതിനെ ഈ ഇങ്ങനെ സർക്കിൾ രൂപത്തിൽ ഇതിൽ ജലം ഒഴുകുന്നതിന് അതെങ്ങനെയാണ്? നദികളും പുഴകളും തടാകങ്ങളും ജലം ശേഖരിക്കും. മഴയും മഞ്ഞുമായിട്ട് പെയ്യുമ്പോൾ നദികളും പുഴകളും തടാകങ്ങളും
ആ ജലം ശേഖരിക്കും. പിന്നീട് അത് അന്തരീക്ഷത്തിലേക്ക് ബാഷ്പീകരിച്ച് പൊങ്ങും. വീണ്ടും ജലചക്രം ആയി മാറുകയും വീണ്ടും അത് എങ്ങനെയാണ് മഴയോ മഞ്ഞോ ആയിട്ട് ഭൂമിയിലേക്ക്. അപ്പോൾ ഒരു ചക്രം പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട്. ഇതിന് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്നാണ് ചോദിക്കട്ടെ 2 മാർക്കിന്. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ. ജലത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമ്മുടെ ഭൂമിയെ നീലഗ്രഹം, ബ്ലൂ പ്ലാനറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ. ഹൈഡ്രോളജിക്കൽ സൈക്കിൾ പറഞ്ഞല്ലോ എന്താണ്? ജലം കടലിൽ നിന്ന് അന്തരീക്ഷത്തിലേക്കും അവിടെ നിന്ന് ഭൂമിയിലേക്കും അതിലെ ജലബാഷ്പങ്ങൾക്കും പിന്നീട് ജലബാഷ്പത്തിലൂടെ മേഘങ്ങളാവുകയും മഴയായി പെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു തുടർ പ്രക്രിയയാണ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിത്തോസ്ഫിയറാണ്. അപ്പോൾ 2 മാർക്കിന് അതിൻ്റെ ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയതാണ് കേട്ടോ. അത് സീരിയസ് ആയിട്ട് പഠിക്കുക. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഖരരൂപത്തിലുള്ള ബാഹ്യഭാഗമാണ് ലിത്തോസ്ഫിയർ. ഇതിൽ ഭൂമിയുടെ പുറന്തോടിൻ്റെ പാറകളും ജീവജാലങ്ങളെ നിലനിർത്തുന്ന പോഷക ഘടകങ്ങൾ അടങ്ങിയ മണ്ണിൻ്റെ നേർത്ത പാളികളും എവിടെയുണ്ട്? ലിത്തോസ്ഫിയറിലുണ്ട്. ഭൂമിയുടെ പാളികളിൽ ഏറ്റവും ദൃഢമായ ഏറ്റവും കട്ടി കൂടിയ പാളിയാണ് ഏത്? ലിത്തോസ്ഫിയർ. അതാണ് ഖരരൂപത്തിലുള്ള പാളി എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഭൂമിയുടെ പാളികളിൽ ഏറ്റവും തണുത്തതും ഏതുതന്നെയാണ്? ലിത്തോസ്ഫിയർ. ഏറ്റവും ഖരരൂപത്തിലുള്ളതും ഏറ്റവും തണുത്തതുമായ പാളിയാണ് ലിത്തോസ്ഫിയർ. ഇനി ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ മേഖലയെയും പരിസ്ഥിതിയുമായുള്ള അവയുടെ ഇടപെടലുകളെയുമാണ് ബയോസ്ഫിയർ എന്നത് സൂചിപ്പിക്കുന്നത്. ഇത് വളരെ വലുതും സങ്കീർണമായ ഒന്നാണ്. ഇതിനെ പരിസ്ഥിതി വ്യവസ്ഥകൾ എന്ന് വിളിക്കുന്ന ചെറിയ യൂണിറ്റുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇതിനെ ബയോസ്ഫിയറിനെ. ജീവജാലങ്ങളുടെ സമുച്ചയം, അവയുടെ ഭൗതിക അന്തരീക്ഷം, ഒരു പ്രത്യേക യൂണിറ്റിലെ എല്ലാ പരസ്പര ബന്ധങ്ങളും അടങ്ങിയതാണ് എന്ത്? എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. എല്ലാ ആവാസ വ്യവസ്ഥയ്ക്കും അവയിലെ ജീവനുള്ള വസ്തുക്കൾക്കും ഭൗതിക അന്തരീക്ഷത്തിനും ഇടയിൽ ഒരു ചലനാത്മകമായ പരസ്പര ബന്ധമുണ്ടായിരിക്കും. ഈ ബന്ധം സ്ഥാപിക്കുന്നതിന് പല രൂപങ്ങളവ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്തൊക്കെയാണ് പ്രധാനമായിട്ട് സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ 1 ഉൽപ്പാദനമാണ്. 2 ഉൽപ്പാദകർ. അതായത് ഇത്തരം ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജൈവസമൂഹത്തെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 ഗ്രൂപ്പുകളാണ്: ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ. ഉൽപ്പാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് എന്ത്? കോൺസെപ്റ്റ് ഓഫ് ക്ലൈമറ്റ് ആൻഡ് വെതർ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് വെതർ. രണ്ടും നമുക്ക് കാലാവസ്ഥ എന്നേ മലയാളം കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ വെതർ എന്നും ക്ലൈമറ്റ് എന്നും എഴുതിയിട്ട് കോളം വരച്ചിട്ട് ചെയ്താലും മതി കേട്ടോ ആൻസർ ചെയ്യുമ്പോൾ. അപ്പോൾ നോക്കാം, വെതറിലാണെങ്കിൽ വെതറിൽ ഫസ്റ്റിൽ വരുന്നത് കാലാവസ്ഥ. വെതർ എന്നത് പരിമിതമായ ഒരു പ്രദേശത്തിൻ്റെ ഹ്രസ്വകാല അന്തരീക്ഷ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഒരു ചുരുങ്ങിയ ഒരു ഭാഗത്തിൻ്റെ കുറഞ്ഞ കാലത്തേക്കുള്ള അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ് വെതർ എന്ന് പറയുന്നത്. എന്നാൽ ക്ലൈമറ്റ് എന്ന് പറയുന്നതോ ഒരു വലിയ പ്രദേശത്ത് ദീർഘകാലം നിരീക്ഷിക്കപ്പെടുന്ന ശരാശരി കാലാവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണ്. അതാണ് ഒരു വ്യത്യാസം. രണ്ടാമത്തത് വെതർ എന്ന് പറയുന്നത് താപനിലയോ ഈർപ്പമോ പോലുള്ള ഏതെങ്കിലും പ്രധാന വസ്തുക്കൾ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നതാണ്. താപനിലയോ ഈർപ്പമോ പോലുള്ള ഏതാനും പ്രധാന വസ്തുക്കൾ കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നതാണ് വെതറെങ്കിൽ, കാലാവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ഘടകങ്ങളുടെയും കൂട്ടായ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇനി മൂന്നാമത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ വെതർ എപ്പോഴും മാറും, കാലാവസ്ഥയോ ഏറെക്കുറെ സ്ഥിരമാണ്. നാലാമത്തത് വെതറിൽ ഒരു രാജ്യത്തിൻ്റെ ചെറിയ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നതാണ് വെതറെങ്കിൽ, ഭൂഖണ്ഡത്തിൻ്റെ വലിയ പ്രദേശത്ത് അനുഭവപ്പെടുന്നതാണ് എന്ത്? കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തിന് ഒരു വർഷത്തിൽ വ്യത്യസ്ത തരം വെതറുകൾ അനുഭവിക്കാൻ കഴിയും. എന്നാൽ ഒരു സ്ഥലത്തിന് ഒരു വർഷത്തിൽ ഒരൊറ്റ തരത്തിലുള്ള ക്ലൈമറ്റ് മാത്രമേ അനുഭവിക്കാൻ കഴിയുള്ളൂ. അതാണ് വെതറും ക്ലൈമറ്റും. പ്രതീക്ഷിക്കാം ഒരു ചോദ്യം നിങ്ങൾക്ക് കേട്ടോ. ഇനി രണ്ടാമത്തെ യൂണിറ്റ് കൂടി നമുക്കൊന്ന് പറയാം. നാച്ചുറൽ റിസോഴ്സസ്. കോൺസെപ്റ്റ് ആൻഡ് മേജർ ടൈപ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ചോദിക്കും നമ്മളോട്. അപ്പോൾ ഏതൊക്കെയാണ് റിസോഴ്സ്? പ്രധാന കോൺസെപ്റ്റുകൾ, മേജർ ടൈപ്സ് ഓഫ് നാച്ചുറൽ റിസോഴ്സിൻ്റെ കോൺസെപ്റ്റുകൾ. മനുഷ്യപ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്ന വിഭവങ്ങളെ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്. 5 പ്രധാന പ്രകൃതി വിഭവങ്ങളുണ്ട് കേട്ടോ. ഏതൊക്കെയാണ്? എയർ, വാട്ടർ, സോയിൽ, അയൺ, ഫോറസ്റ്റസ് എന്ന് പറഞ്ഞാൽ വായു, ജലം, മണ്ണ്, ഇരുമ്പ്, വനങ്ങൾ. ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ പ്രകൃതി വിഭവങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റിന്യൂവബിൾ റിസോഴ്സസ് എന്നും നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്നും. എന്ന് പറഞ്ഞാൽ പുതുക്കാനാവുന്ന വിഭവങ്ങളെന്നും പുതുക്കാൻ കഴിയാത്ത വിഭവങ്ങളെന്നും. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ പുതുക്കാൻ കഴിയുന്ന, ധാരാളം ലഭ്യമാവുന്നതും തീർന്നു പോകുന്നതിനനുസരിച്ച് വീണ്ടും ഉണ്ടാക്കാൻ കഴിയുന്നതുമായ വിഭവങ്ങളാണ് ഏത്? റിന്യൂവബിൾ അല്ലെങ്കിൽ പുതുക്കാൻ കഴിയുന്ന വിഭവങ്ങൾ. ഫോറസ്റ്റുകൾ, കാറ്റ്, വാട്ടറൊക്കെ എന്താണ്? റിന്യൂവബിളാണ്. എന്നാൽ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാലോ പരിമിതമായി ലഭ്യമായിട്ടുള്ളതും തീരുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും
ഉണ്ടാക്കാൻ കഴിയാത്തതുമായ വിഭവങ്ങളാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ, ധാതുക്കളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇനി നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുക നമ്മളോട്, പ്രാധാന്യം, പ്രകൃതി വിഭവങ്ങളുടെ പ്രാധാന്യം ചോദിക്കുകയാണെങ്കിൽ പോയിൻ്റായിട്ട് പറയാം. 1, നമുക്ക് ശ്വസിക്കാൻ വായു നൽകുന്നു. 2, കൃഷി ചെയ്യാൻ ഭൂമി നൽകുന്നത് കൊണ്ട് വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണം നമുക്ക് ലഭ്യമാകുന്നു. 3, സൂര്യനിൽ നിന്ന് സൗരോർജം ലഭ്യമാകുന്നു. 4, വാഹനങ്ങളിലും വ്യവസായശാലകളിലും ആവശ്യമായ എണ്ണയിൽ നിന്നും പ്രകൃതിവാതകങ്ങളിൽ നിന്നും ഇത് നമുക്ക് തരാൻ കഴിയുന്നു, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമുക്ക് അത് എത്തിക്കുന്നു. 5, ധാതുക്കൾ ഇന്ധനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഉപയോഗിക്കുന്നു. കൂടാതെ കൽക്കരി, ഇരുമ്പ് എന്നിവ ഉണ്ടാക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളായിട്ടും ഉപയോഗിക്കുന്നു. 6, സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങൾ ആഭരണ നിർമ്മാണത്തിനും യന്ത്രസാമഗ്രികളുടെ നിർമ്മാണത്തിനും ലഭ്യമാകുന്നു. 7, വനങ്ങൾ നമുക്ക് ഭക്ഷണം, തടി, ഇന്ധനം എന്നിവ പ്രദാനം ചെയ്യുന്നതിന് പുറമെ അനേകം ജീവജാലങ്ങൾക്ക് അഭയകേന്ദ്രം കൂടിയാണ്. 8, നഗരവൽക്കരണത്തിനും വ്യവസായവൽക്കരണത്തിനും പ്രകൃതി വിഭവങ്ങൾ സഹായകമാണ്. പിന്നെ 9, ഡാമുകൾ നിർമ്മിക്കുന്നതിലൂടെ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്താനും വൈദ്യുതി വിതരണം സുഗമമാക്കാനും മത്സ്യവ്യവസായ വികസനത്തിനും സാധ്യമാകും. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി ത്രെഡ്സ് ടു നാച്ചുറൽ റിസോഴ്സസ് ആണ്. പ്രകൃതി വിഭവങ്ങൾക്കുള്ള ഭീഷണികൾ എന്തെല്ലാമാണ്? 1, ജനസംഖ്യാ പെരുപ്പം. 2, അമിതമായ ചൂഷണം. 3, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. 4, പരിസ്ഥിതി നശീകരണ പ്രവർത്തനം. ഇത് 4മാണ് പരിസ്ഥിതി വിഭവങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ നേരിടുന്ന പ്രധാന ഭീഷണികൾ. ഇതൊക്കെയാണ് ജനസംഖ്യാ പെരുപ്പം, അമിതമായ ചൂഷണം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, പരിസ്ഥിതി നശീകരണ പ്രവർത്തനങ്ങൾ. ഇനി കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. എങ്ങനെയാണ് മെഷേഴ്സ് ഓഫ് കൺസർവേഷൻ നാച്ചുറൽ റിസോഴ്സസ് എന്നാണ് ചോദിക്കുക കേട്ടോ. പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ പല രീതിയുണ്ട്. പലപ്പോഴും നമ്മൾ 3 Rകൾ പിന്തുടരലാണ്. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, റീയൂസ് പുനരുപയോഗിക്കുക, റീസൈക്കിൾ പഴവസ്തുക്കളിൽ നിന്ന് പുനരുൽപ്പാദിപ്പിക്കുക. അങ്ങനെ 3 തരം Rകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ സംരക്ഷിക്കാറ്. അതാണ് ഒരു പോയിൻ്റ്, ഒന്നാമത്തെ സംരക്ഷണ മാർഗ്ഗം. രണ്ടാമത്തത് നമ്മുടെ പരിസ്ഥിതിയെ നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കുന്നതിനുള്ള സന്നദ്ധ പ്രവർത്തകരായിട്ട് നാം ഓരോരുത്തരും മാറുക എന്നത്. 3, ജലം പാഴാക്കി കളയാതിരിക്കുക, മഴവെള്ള ശേഖരണം നടത്തുക. 4, കുളങ്ങളും തടാകങ്ങളും ശുദ്ധീകരിക്കുക, കഴിയുന്നത്ര കുഴിയെടുത്ത് കൊടുക്കുകയും ചെയ്യുക. 5, ഡാമുകളും മറ്റ് ജലസംഭരണികളും നിർമ്മിക്കുക. 6, വനനശീകരണം തടയുക. 7, പ്രകൃതി വിഭവങ്ങളെ കൂടുതൽ ഫലവത്തായ രീതിയിൽ ഉപയോഗിക്കുക. 8, പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പൊതു അവബോധം വളർത്തിയെടുക്കുക. 9, വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ മാത്രം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. 10, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. 11, പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ഇലക്ട്രോണിക് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മലിനീകരണം കുറയ്ക്കുക. 12, പ്രകൃതി സംരക്ഷണ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കുക. അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ 2 യൂണിറ്റിൻ്റെ ഏകദേശം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസറും ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സീരിയസ് ആയിട്ട് പഠിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ്.